അപ്പാ ഞങ്ങൾക്കൊരു എത്തുംപിടിയും കിട്ടാനുള്ള ഏതാ ശരി ഏതാ തെറ്റ് ഒന്നും മനസ്സിലാവണില്ല. ഓരോ ദിവസവും ടെൻഷൻ അടിച്ച് ചാവുകയാണ്. ഞങ്ങള് തെറ്റായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല അപ്പ. അപ്പന്റെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് മാത്രമേ ഞങ്ങൾക്കുണ്ടായുള്ളൂ. എല്ലാം മുകളിൽ നിന്ന് ഒരാളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നന്മയുള്ളവർ. നിങ്ങൾ എന്നെ സത്യം തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. സ്വന്തം കഴിവുകൊണ്ട് നേടിയതെന്തും സെബാനോസിന്റെ അത്ഭുതമാണെന്ന് വിശ്വസിക്കുന്ന ഈ നാട്ടിലെ മണ്ടന്മാർക്ക് നിങ്ങളുടെ അപ്പന്റെ ബോഡി കിട്ടിയാൽ തന്നെ അതും സെബാനോസിന്റെ മറ്റൊരു അത്ഭുതമായിട്ടും കണ്ടോളൂ. അതുകൊണ്ട് ഭയപ്പെടണ്ട മക്കളെ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാനോ ദുഃഖത്തെ ഓർത്ത് നഷ്ടപ്പെടുത്താനോ ഉള്ളതല്ല ജീവിതം. നിങ്ങൾ അപ്പം പറഞ്ഞോലേ, ജീവിതം അങ്ങ് ആഘോഷിച്ചങ്ങ് തീർക്കണം. നിങ്ങൾ പോയി ജീവിക്കണം. ആ ഞാനുണ്ട് കൂടെ. എടാ ജിൻഡോ, എടാ നമ്മൾ നല്ല സെറ്റപ്പിൽ ജീവിക്കണമെന്നുള്ളത് നമ്മുടെ അപ്പൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് അല്ലേ? ഈ കണ്ണി കണ്ട എല്ലാ ഭാഗ്യങ്ങളും നമ്മുടെ അപ്പൻ്റെ അനുഗ്രഹമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ, പുള്ളി പറഞ്ഞാലും കാര്യമുണ്ട്. എന്തിനാണ് ഇവിടുത്തെ ടെൻഷൻ അടിച്ചാവണേ? നമ്മൾ ഇനി മുതൽ അടിച്ച് പൊളിച്ച് തെന്നിത്തെറിച്ച് നടക്കുന്നു. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണല്ലോ. ആണ് പല്ലവി, ഞങ്ങൾ ഇനി അങ്ങോട്ട് ഹാപ്പി ആവാൻ തീരുമാനിച്ചു. ഉറപ്പാണ്. എന്നാ നിന്നെയൊക്കെ ഞാൻ പള്ളിക്കുന്നിലെ മാർപ്പാപ്പയാക്കും. മാർപ്പാപ്പ എങ്ങനെയാ? അതിനാദ്യം നിന്റെ ഒക്കെ അപ്പനെ വിൽക്കണം. കരിമ്പാറ മോനെ, ഇവൻ പറഞ്ഞാ നമ്മുടെ അപ്പനെ വിൽക്കൂന്ന്. എടാ ഇതാ പറഞ്ഞ നിനക്കൊന്നും ബുദ്ധിയില്ലെന്ന്. എടാ മരവാഴകളെ, എന്തോ ഈ ഭൂലോകത്തിന്റെ സ്പന്ദനം എന്തിലാ? എന്താടാ വാഴയില്. എടാ മതത്തില്. എടാ ഇപ്പുള്ള മതങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? എല്ലാ മതങ്ങളും ജീവിക്കുന്നത് അവരവരുടെ ദൈവങ്ങളെ വിറ്റിട്ടാ. കണ്ടിട്ടില്ലേ? തൂക്കിയിടുന്നത്, ഒട്ടിച്ചു വെക്കുന്നത്, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്, കാറിന്റെ ഉള്ളിൽ വെക്കുന്നത്, കാറിന്റെ സ്റ്റിയറിംഗുമ്മ കെട്ടി വെക്കുന്നത്, എളിയിൽ വെക്കുന്നത്, കയ്യമ്മ കെട്ടുന്നത്, തലയിൽ വെക്കുന്നത്. ഇതൊക്കെ ഈ ദൈവങ്ങൾ അറിഞ്ഞിട്ടാണ്. എടാ എന്തിന് ഈ രാജ്യം ആര് ഭരിക്കണം എന്ന് വരെ മതം ഇടന്നേ. എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ എങ്ങനെ ജീവിക്കണേ? നിങ്ങളുടെ അപ്പനെ വിറ്റിട്ട് അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങളൊന്ന് നിന്ന് തന്നാ മതി, അപ്പനെ നിങ്ങളെയും എയറി കയറ്റി പറപ്പിക്കും ഞാൻ. അത്രേ ഉള്ളൂ. വിശ്വാസികളെ വരുവിൻ വരുവിൻ വന്നു ചേരുവിൻ. ഇതാ ഒരു വമ്പിച്ച ഡബിൾ ധമാക്ക ഓഫർ. വിശുദ്ധ സെബാനോസിന്റെ തിരുഭവന സന്ദർശനത്തോടൊപ്പം വിശുദ്ധന്റെ മക്കളുടെ ദർശന പുണ്യവും സ്പർശന സുഖവും. ഓടാത്തവൻ ഓടും, ചാടാത്തവൻ ചാടും, പെണ്ണ് കിട്ടാത്തവന് പെണ്ണ് കിട്ടും, പണമില്ലാത്തവന് പണം കിട്ടും. ഈ ധമാക്ക ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കുട്ടികൾക്കുള്ള നൂലുകെട്ട്, ചിരടുകെട്ട്, മരിച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പന്മാർക്കുള്ള വള്ളിക്കെട്ട് എല്ലാം മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടും ഭക്തി ആദരവോടും കൂടി ചെയ്തു തരുന്നതായിരിക്കും. ഇല്ലിക്കുന്നേൽ ഹൗസ്, പള്ളിക്കുന്ന് PO, പൂപ്പാറ, പെയിൻ 685 619. ഇതിന്റെ മുന്നിൽ ഒരു 9 പുറകിലും 3 ചേർത്താ എന്റെ ഫോൺ നമ്പർ കിട്ടും. വിളിക്കില്ലേ? ആരാധകരെ വഞ്ചിതരാവാതിരിക്കും. ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. വിശ്വാസികളെ വരുവിൻ വരുവിൻ വന്നനുഭവിക്കുവിൻ. എങ്ങനെയുണ്ട്? എടാ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? പിന്നെ വിശ്വസിക്കാണ്ട് എല്ലാവരും വിശ്വസിക്കും. കാരണം എന്താണെന്നറിയോ? അവരൊക്കെ നമ്മളെക്കാൾ മണ്ടന്മാരാടാ. നീയൊക്കെ ഇവിടെ രൂപ എണ്ണിക്കൊണ്ടിരുന്നോ? എടാ ഡോളേഴ്സ് വരാൻ പോകുന്നു. എവിടെന്ന്? എടാ നിന്റെ ഒക്കെ അപ്പൊ വീട്ടിൽ പോയിട്ട് ഫേമസ് ആയി. ഡോളേഴ്സ്
ഇവന്മാർക്കൊക്കെ ഇത്രയും ഔഷധ ഗുണം ഉണ്ടായിരുന്ന? Saint Sonanos, please pray for us. Madam, come on, baby. Oya. Come on, please, come. Oya. Come. Come, baby. This side. Wow. വിശ്വസമാനെ കാത്തോളണേ. Pray. Come. Please, chair, man. This is Saint Sabanos, big son. Oh, Big nice. big son. Oh my goodness, I'm so excited to meet you finally. ബിഗ് സൺ. Can I hug you? അതിനെന്താ എത്ര വേണം കെട്ടിപ്പിടിച്ചോളൂ. This is small son. Samson? Samson? Small son. No. Sanju Samson? No. Small son. Oh, small son. Such a pleasure. Hi. Hello. സ്മോൾ മകൻ. അതെ, സ്മോൾ കെട്ടിപ്പിടുത്ത മതി. I am Pallavi. No, മകൻ. No son. നോ സൺ, നെയ്ബർ. Distance neighbor. മദാമയെ കണ്ടപ്പോ കവാത്ത് പറഞ്ഞല്ലടാ തിണ്ടികളെ. We need a blessing. ബ്ലെസ്സിങ് വെരി എക്സ്പെൻസീവ്. Oh, that's okay. We have money. We have money. നോക്കിക്കോ, 2000 ഉറപ്പാ. Dollars. Blessing. എന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ അങ്ങോട്ട് പ്ലസ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ ചെന്ന് Pray. Okay. Sabanos. Please take my husband back from Nora and give me more money. കളറ് മാത്രം മതിയോ? കുറച്ച് കുളിര് കൂടി തരട്ടെ. ദേ നോക്ക്, ദോ ലഡ്കീസ്. എത്ര തവണ വിളിച്ചു? എന്താ ചോദിച്ചോ ഫോൺ എടുക്കാത്തെ? വിളിക്കണ്ടായപ്പോ ഞാൻ കരുതി മറന്നു. ആണോ? പറ. ഞാൻ വിചാരിച്ചോലല്ലോ നിങ്ങൾ. രൂപ, ദറംസ്, ഡോളറ്, നൂലുകെട്ട്, പാല് കാച്ച്. എല്ലാ അപ്പൻ്റെ ഓരോ അനുഗ്രഹം. അതെ. ഉവ്വ്. പിന്നെ ആ രാംദാസ് ഇവിടെ വന്നിരുന്നു. കല്യാണത്തെ പറ്റി എന്നോട് സംസാരിച്ചു. നിങ്ങളുടെ അപ്പൻ്റെ ആഗ്രഹമായിരുന്നു പള്ളിപ്പെരുന്നാളിന് മുമ്പ് കല്യാണം. പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കുക.